അപ്പോൾ ഇതായിരുന്നു നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ടൈപ്പ് 2 സ്വിഫ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് വന്നതെന്ന് വെച്ചാൽ മലപ്പുറം മഞ്ചേരി ഭാഗത്തു നിന്നാണ് നമുക്ക് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് അതായത് ഏകദേശം ഒരു മാസമായി. അപ്പോൾ ആ ഒരു ലെവൽക്ക് ആ സ്റ്റാൻഡേർഡ് ലെവൽ തന്നെ ചെയ്താൽ മതി, ഓവറായിട്ടൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആ ഒരു സെറ്റപ്പിൽ തന്നെ വണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വണ്ടി. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ബോഡി കിറ്റ്സ് ചെയ്തിരിക്കണം. അതായത് ആ ഒരു സ്കേർട്ടിങ്, അതായത് ഫ്രണ്ട് ബാക്ക് അതുപോലെ തന്നെ സൈഡ്, പിന്നെ അതുപോലെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫൈബർ ലൈനാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം ഏജസും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ ആ ബോഡിനോട് അറ്റാച്ച് ചെയ്ത് ആ ഒരു പക്ക ക്വാളിറ്റിയിൽ തന്നെയാണ് ആ ഒരു ചെയ്തിരിക്കുന്നത്. അതാണ് ആ ഒരു ഫിനിഷിങ് നമുക്ക് ഇതിൽ കറക്റ്റ് കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ വരികയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫോഗ് ലാമ്പ് മാറ്റിയിട്ടുണ്ട്. വിത്ത് ഇൻഡിക്കേറ്റർ ടൈപ്പ് ഫോഗ് ലാമ്പാണ് വരുന്നത്. പിന്നെ മൊത്തം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കോട്ടിംഗ് ഒക്കെ ഇട്ട് ആ ഒരു സെറ്റപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പക്ക ഒരു വൈറ്റ്നെസ് ഇങ്ങനെ കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മളിതിൽ ചെയ്തത് വെച്ചാൽ 17 ഇഞ്ച് അലോയ്സൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. 17 ഇഞ്ച് അലോയ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിന്മേൽ കിടക്കുന്ന സ്റ്റോക്ക് അലോയ്സ് ആയിരുന്നു. നമ്മൾ ഒണിക്സിൻ്റെ ഒരു അലോയ്സൊക്കെയാണ് മാറ്റിയിട്ടുള്ളത്. നമ്മളിതിന് മുന്നേ നമ്മളെ ഇൻസ്റ്റൊക്കെ ഫോളോ ചെയ്തവർക്ക് കറക്റ്റ് കാണാൻ പറ്റും. നമ്മളിതിൻ്റെ ഡീപ്പായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിരുന്നു. ആ ഒരു 17 ഇഞ്ച് അലോയ്സ് ഇട്ട പോലെ തന്നെ നമ്മൾ ലോ പ്രൊഫൈൽ ടയേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു 215 45 17 നമ്മൾ ടയേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഈ ലോഡിനകത്ത് തന്നെ തട്ടും കാര്യങ്ങളും അങ്ങനെ വിഷയം കാര്യങ്ങളൊന്നും വരില്ല. ആ ഒരു സെറ്റപ്പ് തന്നെ ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഗൺ മെറ്റൽ കളറാട്ടോ വരുന്നത്. അതായത് ആ ഒരു ഗ്രേയും അല്ല ഒരു ബ്ലാക്കും അല്ലാത്തൊരു കളറാണ് വരുന്നത്. നമ്മൾ വണ്ടിനോട് മാച്ച് ചെയ്തിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കേർട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈപ്പ് 2 സ്വിഫ്റ്റിന് വരുന്ന സ്കേർട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫിനിഷിങ് ആ ഒരു വൃത്തിയിൽ എടുക്കുന്നത്. കാരണം ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് മോഡൽസ് ചെയ്യാം, സിവിക്കിൻ്റെ ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ സ്വിഫ്റ്റിൻ്റെ മോഡൽ തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഏകദേശം ഇനിയിപ്പോൾ ഒരു ഡെലിവറി കൊടുക്കാനുള്ള സമയം അയക്കണം. ഏകദേശം ഒരു 4-5 ദിവസം കൊണ്ട് നമ്മൾ കൊടുക്കും. ഇപ്പോൾ മൊത്തം ഒന്ന് പോളിഷ് റൂമിലൊക്കെ ഇട്ടിട്ട് ആ സെറ്റപ്പിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നതാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്കേർട്ട് കണ്ടില്ലേ, നമ്മൾ ഈ ബമ്പറിനോട് ജോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു ഫിറ്റിങ് ആ ഒരു പെയിൻറ്റിങ്ങിന് ആ ഒരു ഫിനിഷിങ് കറക്റ്റ് കാണാൻ പറ്റും. കാരണം ബമ്പറിനോട് ജോയിൻറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക, ഒരു ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇതിൽ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇതിൽ സ്റ്റോക്ക് സ്പോയിലറിനാണ് വന്നിട്ടുള്ളത്. പിന്നെ ടൈൽ ലാമ്പ് വന്നിട്ട് നമ്മളൊക്കെ സ്റ്റോക്കിൽ തന്നെയാണ് ഫുള്ള് നിർത്തിയിട്ടുള്ളത്. കാരണം 2015 മോഡൽ സ്വിഫ്റ്റാണ് വന്നിട്ടുള്ളത്, ഡീസലാണ്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്തിട്ട് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂളിംഗ് ഒക്കെ 100 ഇട്ടിരിക്കുന്നത്. സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ 70. അവർ ഈ ഇട്ടോളിന്നാണ് പറഞ്ഞത്. കാരണം അവർക്ക് 30 ഒന്നും പറ്റില്ല, ആ ചൂടും കാര്യങ്ങളൊക്കെ കൂടുതൽ കയറുന്നതുകൊണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഈ ഒരു പുറത്തുനിന്നുള്ള കംപ്ലീറ്റ് വർക്ക് കിട്ടാൻ ഇതിൽ ചെയ്ത വർക്ക്. പിന്നെ ഇനിയിപ്പോൾ മെയിനായിട്ട് ഇതിൽ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ കംപ്ലീറ്റ് കസ്റ്റം സീറ്റ്സാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു സീറ്റിൽ തന്നെ നമ്മൾ വിങ്സും തൈ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ഒരു 6 ബാക്ക് എന്ന് പറഞ്ഞൊരു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു സിൽവർ നൈലോണിൻ്റെ സ്റ്റിച്ചാണ് വരുന്നത്. അത്യാവശ്യം വാറൻറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുതന്നെ നിങ്ങൾ കറക്റ്റ് ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു പക്ക എന്താ പറയുക, തൈ സപ്പോർട്ടും വിങ്സൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ തന്നെ ആ പക്ക ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇത് ഇരുന്നാൽ തന്നെ ഫീൽ ചെയ്യുള്ളൂ. പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർജഡ് സ്റ്റിക്കേഴ്സ് നമ്മൾ AC വെൻ്റ് അതുപോലെ തന്നെ ഡോർ പാഡിൻ്റെ അതിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രിസ്റ്റൽ ഗിയർ നോബ് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഒരു USB ഇത് കൊടുക്കുന്നതാണ്. ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സംഭവമാണ്. സുസുക്കിൻ്റെ ഒരു ലോഗോ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലോർ മാറ്റ് വന്നിട്ട് ഈ പറഞ്ഞ മാതിരി 5 വർഷം വാറൻറ്റിയുള്ള ഫ്ലോർ മാറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഏകദേശം സാധാ നോർമൽ കോയിൻ മാറ്റാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. കാരണം കോയിൻ മാറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മാക്സിമം ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ അതിൻ്റെ മേലേക്ക് അത് പോകില്ല. ഇതൊക്കെ ആകുമ്പോൾ ഏകദേശം നമ്മൾ 5 കൊല്ലം വാറൻറ്റി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ എത്രത്തോളം നിൽക്കും എന്നുള്ളത്. പക്ഷെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ മാതിരി ബ്ലേഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ വാറൻറ്റി കിട്ടില്ല. നമ്മൾ കൊടുക്കുകയെന്ന് വെച്ചാൽ ഇതിന് ഇരുന്നിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് തന്നെ കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ നമുക്ക് എപ്പോൾ ആണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് വീണ്ടും ചെയ്ത് കൊടുക്കും നമ്മൾ. പക്ഷേ അങ്ങനെ വരില്ല, ഇതുവരെയായിട്ട് വന്നിട്ടില്ല. കാരണം 2-3 വണ്ടിക്ക് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത് കൊടുത്തിരുന്നു. ഏകദേശം 3 കൊല്ലമൊക്കെ ആയി. ഇപ്പോഴും ആ വണ്ടിക്ക് ഇതുവരെ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. പിന്നെ സ്റ്റെയറിംഗ് സ്റ്റിച്ച് നമ്മൾ തരുന്നത്. സ്റ്റെയറിംഗ് സ്റ്റിച്ച് നമ്മൾ ഈ പറഞ്ഞ മാതിരി നോർമലി സ്റ്റെയറിംഗ് എടുത്തിട്ട് കംപ്ലീറ്റ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനോട് ഉള്ളിലേക്ക് ജോയിൻ്റ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഫിനിഷിങ് കിട്ടുന്നത്. റെക്സിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. റെക്സിൻ എന്ന് പറഞ്ഞാൽ മറ്റേത് നമുക്ക് ലെതറിലും ചെയ്യാം, റെക്സിനും ചെയ്യാം. ലെതറിലൊക്കെ വരുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആവും. ഏകദേശം ഒരു 6,000-7,000 ആ റേഞ്ചിൽ പോകും. റെക്സിനിലാകുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് 3,500 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു ഇത് ചെയ്തിരുന്നു. പക്ഷേ പക്കാ ഒരു ഫിനിഷിങ് അത് കറക്റ്റ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡോർ പാഡിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് ആ ഒരു ഇതിലേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ കൊടുക്കുമ്പോൾ ഒന്ന് ഇതിൽ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയാക്കിയിട്ട് ആ ഒരു സെറ്റപ്പ് നമുക്ക് കൊടുക്കുള്ളൂ. കാരണം ഇതിന് അഡീഷണൽ ആയിട്ട് ഒരു കോമ്പൗണ്ട് ഇടാനുണ്ട്, ആ ഒരു ഗ്ലേസിങ് ഒന്നും കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്ക് വരാൻ ബാക്ക് സീറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഇങ്ങനെ കറക്റ്റ് കാണാൻ പറ്റും. ബാക്ക് സീറ്റ് ഈ പറഞ്ഞ മാതിരി ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ബാക്ക് സീറ്റും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു ഷിഫ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വർക്ക്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇനിയും അടുത്ത നമ്മളെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വേറെ ടൈപ്പ് സീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമ്മളെ BMൻ്റെ സീറ്റിൻ്റെ വർക്കിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഇട്ട് തരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് യൂണിറ്റ് വേറെ സ്ഥലത്താണ് വരുന്നത്, നമ്മുടെ ഷോപ്പിൽ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ മൊത്തം സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഓരോ വണ്ടീൻ്റെ സീറ്റും ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നിടത്തോളം നമുക്ക് റെക്സിനിൽ, കാരണം ഒരുപാട് പേര് പറഞ്ഞിരുന്നു അവിടെ എത്ര ഉള്ളൂ ഇവിടെ എത്ര ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു വെച്ചാൽ നമ്മളെ മെറ്റീരിയൽ നമ്മൾ അത്രയും ടോപ്പ് ക്വാളിറ്റിയാണ്. ഈ മെറ്റീരിയൽ തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഈ ഫോമും അതുപോലെ തന്നെ ഈ സാധനം ഒന്നും റെക്സിനൊന്നും ഒരു വാറൻറ്റിയും കിട്ടില്ല. ഇത് നമ്മൾ പക്കാ ഒരു ക്വാളിറ്റി, ഹീറ്റ് വരെ നിൽക്കില്ല. കാരണം നമ്മളിപ്പോൾ എത്ര വെയിലത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യും, അതായത് കുറയും. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം അവർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ലെവലിൽ ചെയ്തോന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. ആയിരുന്നു നമ്മളെ കംപ്ലീറ്റ് വർക്ക് ചെയ്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടി. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇതൊക്കെയാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു, കാരണം വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് എഡിറ്റ് എന്നുള്ളത്. കാരണം നമുക്ക് ഒന്നാമത് നേരം കിട്ടില്ല, കൂടുതൽ ഇൻസ്റ്റയിലാണ് അപ്ഡേറ്റ് ചെയ്യൽ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റായിട്ടും ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു പോളോൻ്റെ ഇതുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞ്. പിന്നെ ഇനിയിപ്പോൾ ഈ സ്വിഫ്റ്റാണ്, അടുത്ത വേറെ ഒരു ഇനോവ, അതുപോലെ ലാൻസർ, ഒരുപാട് വണ്ടികൾ ഇനി വരാനുണ്ട്. അപ്പോൾ ഫുൾ ഓട്ടം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇതിൽ കിട്ടാത്തത്. അപ്പോൾ ഇനി നമ്മൾ കിട്ടാനില്ല, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, നമ്മളെ ഫോൺ നമ്പർ, നമ്മളെ വാട്സാപ്പ് നമ്പറൊക്കെ. അപ്പോൾ നമ്മൾ മെസ്സേജ് കിട്ടിയില്ല എന്ന് നിങ്ങൾ കോൾ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം ഫുള്ള് തിരക്കിലായതുകൊണ്ട് ചിലപ്പം മെസ്സേജ് തരാൻ പറ്റില്ല. അങ്ങനത്തെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വണ്ടി. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒരു 5-6 ദിവസം കൊണ്ട് നമ്മളത് ഫുള്ള് ഡെലിവറി കൊടുക്കും. അത് ഏകദേശം പാർട്ടി വരാമെന്ന് പറഞ്ഞു. ആ ഒരു ടൈം കൊണ്ട് ഏകദേശം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി എന്തുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യാം. ഓക്കെ, ബൈ.